സംസ്ഥാന മഹിളാ സമാജ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും ലിസി ജേക്കബിനെ മാറ്റുന്നതിൽ പാർട്ടിയിലെ ഭൂരിപക്ഷത്തിനും എതിർപ്പാണ്. കരുണാകരക്കുറുപ്പിന്റെ വ്യക്തിവൈരാഗ്യമാണ് അതിന്റെ പിന്നിലെന്ന് പരക്കെ ആശയമുണ്ട്. സാറേ, ഞാൻ പറയുന്നതൊന്നും സാർ കേൾക്കുന്നില്ലേ? ജഗന്റെ വിവാഹ പ്രശ്നമാണ് പ്രതിപക്ഷം ആയുധമാക്കുന്നതെന്ന് പറയടോ. അതെ, കുടുംബവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് പാർട്ടി പ്രശ്നം. അതുമായി ജഗന്റെ വിവാഹത്തിൽ എന്ത് ബന്ധമാണുള്ളത്? പരസ്പര ബന്ധമില്ലാതെ സാർ സംസാരിക്കുന്നു. സാറിന് എന്ത് പറ്റി? സാർ എന്തോ ഈ നോക്കുന്നത്? എടോ, കൊല്ലപ്പെട്ട രാജീവിന്റെ മകളുടെ കൈതട്ടി ഒരു ചെടിച്ചട്ടി എന്റെ തലയിൽ വീണില്ല. തലനാരിഴയ്ക്കാൻ ഞാൻ രക്ഷപ്പെട്ടത്. എടോ, രാജീവിന്റെ ഗതി കിട്ടാത്ത ആത്മാവ് ആ കൊച്ചിന്റെ ദേഹത്തു കൂടി എന്നെ കൊല്ലാൻ ശ്രമിക്കുക. അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എടോ, സത്യമാണോ ഇത്? ഞാനേ നടക്കുമ്പോഴൊക്കെ ഇപ്പോഴും എന്റെ പിന്നിൽ ആരോ ഉള്ളതുപോലെ എനിക്ക് തോന്നുക. സാർ ഇത് ഏത് കാലത്താ ജീവിക്കുന്നത്? സാറിന്റെ മൂഡ് അത്ര ശരിയൊന്നുമല്ല. ഞാൻ പിന്നെ വരാം. എന്താ കർണാര, നിനക്ക് സുഖമില്ലേ? ഒന്നുമില്ല ചേച്ചി. പനിയൊന്നുമില്ലല്ലോ, പിന്നെന്താ? അല്ല, ഉറക്കം കെടാൻ അസുഖങ്ങൾ തന്നെ വേണമെന്നില്ലല്ലോ. മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളായാലും മതിയല്ലോ. നിന്നെ ഉറക്കം കെടുത്തുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. ആ ശാപം പിടിച്ച വന്ദനയും അവളുടെ കുട്ടിപ്പിശാചും അല്ലേ? അതെന്നാണ് ഉത്തരം. പക്ഷെ നീ അത് തുറന്നു പറയില്ലെന്ന് ചേച്ചിക്കറിയാം. നിന്റെ മനപ്രയാസം എനിക്ക് നന്നായിട്ടറിയാടാ. യുവജന നേതാവും നിന്റെ വലങ്കയ്യുമായിരുന്ന ജഗൻ ഭാര്യയായി സ്വീകരിച്ചത് സ്വഭാവശുദ്ധിയില്ലാത്ത ഒരു പെണ്ണിനെയാണ്. ആ ബന്ധം നിനക്ക് അംഗീകരിക്കേണ്ടി വന്നു. അല്ല, നീ നിർബന്ധിതനായി. ശരിയല്ലേ? നിന്റെ പ്രൗഢിക്കും അന്തസ്സിനും ഒട്ടും ചേരാത്ത ബന്ധം. ജഗന്റെ രക്തത്തിൽ ജനിക്കാത്ത കുഞ്ഞ് നാളെ നിന്നെ മുത്തച്ഛാന്ന് വിളിക്കുമ്പോ നിനക്ക് താങ്ങാൻ കഴിയില്ല. അതും ചേച്ചിക്കറിയാം. ആകെയുള്ള ഒരേ ഒരു മോള് ജീവിതം തകർന്ന് അവളുടെ ഭർത്താവിന്റെ വീട്ടിലും പോയി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിനക്കെന്നല്ല ഒരച്ഛനും ഉറക്കം വരില്ല. ചേച്ചി, അതല്ല. നീ ഒന്നും പറയണ്ട, ഞാനില്ലേ ഇവിടെ. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം നാളെ തന്നെ ഞാൻ പരിഹാരം കാണുന്നുണ്ട്. പുറത്തു വല്ല മഞ്ഞുണ്ട്. ചേച്ചി പോയി കിടന്നോ. വീശിയടിക്കാൻ മടിക്കുന്ന കാറ്റും വെളിച്ചത്തിനിടയിലെ ഇരുൾ വീഴ്ചയും അത് കാണിച്ചു കൊടുക്കുന്നു. എന്തൊക്കെയാ ജ്യോത്സ്യരെ വിളിച്ചു പറയുന്നത്? സത്യം. ചില നിഴലാട്ടങ്ങൾ കൊണ്ടും ചലനങ്ങൾ കൊണ്ടും ആ പ്രേതാത്മാവിന്റെ സാന്നിധ്യം കുറുപ്പ് സാർ അറിയുന്നുമുണ്ട്. പലപ്പോഴും. ശരിയല്ലേ കുറുപ്പ് സാറ്? ജ്യോത്സ്യം പറഞ്ഞത് ശരിയാ. ജീവൻ എടുക്കാനുള്ള ശ്രമങ്ങളും ആത്മാവിൽ നിന്നുണ്ടാവുന്നുമുണ്ട്. ഉണ്ടായി കഴിഞ്ഞു. അതും ശരിയല്ലേ? നിന്നെ കൊല്ലാൻ വേണ്ടി ഒരു ചെടിച്ചിട്ട് മോളിൽ നിന്ന് താഴേക്ക് വന്നില്ലേ? ഞാനല്ലേ നിന്നെ പിടിച്ചു മാറ്റിയത്. അതിന്റെ കാര്യ ജ്യോത്സ്യം പറയുന്നത്.
ചെടിച്ചെടി താഴോട്ട് പോകുന്നതിന്റെ പിന്നില് പ്രേതാത്മാവൊന്നുമല്ല. ഈ വീട്ടിലെ ജീവാത്മാക്കള് തന്നെയാ. ഇവിടെ പ്രേതൊന്നുമില്ല. കുട്ടി, ആരൂഢത്തിൽ കാണുന്ന ചില സൂചനകൾ വെച്ചാണ് ഞാൻ ഫലം പ്രവചിക്കുന്നത്. ചെടിച്ചട്ടിക്ക് പിന്നിൽ ആരോ ആവട്ടെ, കുറുപ്പ് സാറിനെ കൊല്ലാൻ ശ്രമം നടക്കുന്നു എന്ന് പറഞ്ഞത് ശരിയല്ലേ? അത് വിശ്വസിച്ചാ മതി. പിന്നെ ഒരു കുട്ടിയുടെ സാന്നിധ്യവും കാണുന്നുണ്ട്. ആ കുട്ടിയും കരിഞ്ചാതകക്കാരിയാണ്. ആ കുട്ടി ഇവിടെ താമസിച്ചാൽ കുറുപ്പ് സാറിന് അപമൃത്യു വരെ സംഭവിക്കാം.